എടാ മിന്നൂസ്, ആരാടാ കടി പിടിക്കണ ഒച്ചയേട്ട പള്ളിയിൽ? നീയാണോ കടിച്ചത്? പുതിയ ആൾ വന്നോ? രണ്ടുപേരും വഴക്കില്ലാണ്ട് കിടക്കണ്ടല്ലോ. കുഞ്ഞിപ്പെണ്ണും മിന്നുക്കുട്ടനും കൂടിയിട്ട് സ്നേഹമായിട്ട് കിടക്കണ്ടല്ലോ. എടാ മിന്നൂട്ടാ, ഒരാൾ കമൻറ്റ് ചെയ്തേക്കാണേ, നീ ഛർദ്ദിച്ചതേ ഭക്ഷണം അധികം കൊടുത്തില്ല, ചീത്ത ഭക്ഷണം തന്നിട്ടാന്ന്. മനസ്സിലായോ? വില കൂടിയത് മേടിക്കാൻ നിനക്ക്. ഇതന്നെ വാങ്ങിക്കാൻ പൈസ ഇല്ല. യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടിയാൽ കൊടുക്കായിരുന്നു എന്ന് ഞാൻ കമൻറ്റിന് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഇവനൊന്നും എൻ്റെ പൂച്ചയല്ല കേട്ടോ, ഇവനൊക്കെ ഉടമസ്ഥന്മാർ വേറെ ഉണ്ട്, മിന്നുവിനൊക്കെ. പിന്നെ വേറൊരാൾ കമൻറ്റ് ചെയ്തു മരുന്ന് കൊടുക്കാൻ. ഞാൻ എങ്ങനെ കൊടുക്കാനാ? അവൻ ഇവിടുത്തെ പൂച്ചയൊന്നും അല്ല കേട്ടോ, അവൻ തൊടാൻ കൂടി സമ്മതിക്കില്ല. ഇപ്പം തന്നെ പതുക്കെ തൊടാൻ സമ്മതിച്ചു തുടങ്ങിയത്. അവന് ഓണറുണ്ട്, ആരാന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ വരുന്ന എല്ലാ പൂച്ചകൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കൂട്ടെ. ഇവർ കഴിക്കുമ്പോൾ അവർ ചോദിച്ചാൽ, അവരാവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ഇവരൊപ്പം വന്നാൽ ഞാൻ അവർക്കും കൊടുക്കും. അങ്ങനെ അറിയാത്ത ഏതൊക്കെയോ പൂച്ചകൾ ഇടയ്ക്ക് വരുന്നുണ്ട്, അവരെയൊന്നും വീഡിയോയിൽ കാണിക്കാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ വന്ന് കഴിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഇവനങ്ങനെ എപ്പോഴും വന്ന് കഴിക്കണു പോണു, എന്നിട്ട് അവനവൻ്റെ വീട്ടിലേക്ക് പോകും കുറച്ചു നേരം കഴിയുമ്പോൾ. അവനവന് മരുന്നൊക്കെ കൊടുക്കണ്ടാവും. അവൻ ഇതുവരെ ഒരു അസുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൻ ഒരു ദിവസം ഛർദ്ദിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുറേ ഭക്ഷണം കഴിച്ചു. ഇവർ കുറേ ബാക്കി വെച്ചു, അത് മുഴുവൻ അവൻ കഴിച്ചു. അതുകൊണ്ടാണ് അവനന്ന് ഛർദ്ദിച്ചത്, അല്ലാതെ അവനൊരു അസുഖമില്ല കേട്ടോ. മരുന്നൊന്നും കൊടുക്കാനും പറ്റില്ല. ഇവരാരും ശരിക്കും എൻ്റെ പൂച്ചകളല്ല. ഇവരൊക്കെ എവിടുന്നോ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, രാത്രിയാകുമ്പോൾ പോകും. അല്ലാണ്ട് ഞാൻ അകത്ത് വളർത്തുന്ന പൂച്ചകളൊന്നും അല്ല ഇവർ. ഇതുപോലെ കുറേ പൂച്ചകൾ വരുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പട്ടികൾ വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ അവർ അങ്ങനെ ചെറുപ്പം പോലെ ഇഞ്ചക്ഷൻ എടുത്ത് വാക്സിൻ കൊടുത്ത് അങ്ങനെയൊന്നും വളർത്തിയതല്ല. അങ്ങനെയൊക്കെ പൂച്ചകൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കില്ല. ഈ വാടക വീടായതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കി വളർത്താൻ പറ്റില്ല.